Actually, IFRS, it's published from 2001 onwards. Okay, so what is the need of this IFRS? ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു നീഡ് എന്തായിരുന്നു? ഇറ്റ്സ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നിങ്ങൾ ഗ്ലോബലൈസേഷൻ ഫിനോമിനൻ കേട്ടിരിക്കും അല്ലേ? വാട്ട് യു മീൻ ബൈ ഗ്ലോബലൈസേഷൻ? ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എ ഗ്രോയിങ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ നേഷൻസ്, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കോണമീസ്. നമ്മുടെ കൺട്രീസ് തമ്മിലുള്ള ഒരു ഗ്രോയിങ് ഇന്റർഡിപെൻഡൻസിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്ലോബലൈസേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ക്രോസ് ബോർഡർ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നോട്ട് ഓൺലി ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ട്രാൻസ്ഫർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫർമേഷൻ ആൻഡ് പീപ്പിൾ, ഓൾ ഓഫ് ദിസ്. അതായത് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് വ്യൂ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ആക്ച്വലി അവിടെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ്, അതിൻ്റെ ഒരു റോൾ ഇൻക്രീസ് ചെയ്യാണ്, ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ വരികയാണ്. അപ്പോൾ അവിടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ റോളും ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, MNCസിൻ്റെ റോൾ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ ഇന്ത്യയിലൊരു ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് ഫോറിൻ ഫണ്ട് വേണം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ റോളും ഫോറിൻ ഫണ്ടിൻ്റെ റോളും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ അക്കൗണ്ടിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ തിങ്ക് ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഹൈലി ഡൈവേഴ്സിഫൈഡ്, that would be very difficult അല്ലേ? നമ്മുടെ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദാറ്റ് വുഡ് ബി ടു ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് IASBക്ക് ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ദർ ഈസ് എ നീഡ് ഓഫ് ഡെവലപ്പിംഗ് എ സിംഗിൾ സെറ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന്. അതായത് ഒരു ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരണം എന്ന് തോന്നിയതിനാലാണ് IASB അത് കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.